പറഞ്ഞ കാര്യങ്ങൾ പ്രിയമുള്ളവർക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്യഭാഷകൾ എന്താണ്? അന്യഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അന്യഭാഷകൾ വിശ്വാസിക്ക് എന്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്? ഒന്നാമതായിട്ട് നാം കണ്ടു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രത്യക്ഷമായ അടയാളമായിട്ട് യേശു ക്രിസ്തു പ്രവചിച്ചത് അതുപോലെ നടക്കുവാൻ, നമ്മിൽ പ്രാവർത്തികമാകുവാനുള്ള ഒരു അടയാളമാണ് അന്യഭാഷകളിലുള്ള സംസാരം. രണ്ടാമതായിട്ട് അവിശ്വാസികൾക്ക് അടയാളമായിട്ട് ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഗാനം, കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കൂരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും പാണിയിൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയമേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കർത്താവെ സ്തുതിച്ച് അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ വചനവുമായിരിക്കുവാൻ നമുക്ക് കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാം കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവിടുന്ന് ഇന്ന് ഞങ്ങൾ എന്ത് കേൾക്കുവാനാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് അതുപോലെ വിസ്തരിച്ച് പറയുവാൻ തക്കവണ്ണം ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥന കേട്ടികൾ സ്തുതിക്കുന്നു യേശുവിന്റെ പുനർനാമത്തിൽ തന്നെ, ആമേൻ. പ്രിയമുള്ളവരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാൻ സാധാരണ ബൈബിൾ ക്ലാസ്സിൽ ചോദിക്കുന്നത് പോലെ തന്നെ ചോദിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ഈ കഴിഞ്ഞ 6 ക്ലാസ്സുകൾ കേട്ടിട്ട് എന്തെങ്കിലും അതിൽ നിന്നൊരു സംശയമുണ്ടെങ്കിൽ, നിങ്ങൾക്കല്ലെങ്കിൽ മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് അതേക്കുറിച്ച് കുറച്ചുകൂടി അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കത് ഷെയർ ചെയ്യാൻ സ്വല്പ സമയം അതിനു വേണ്ടി വേർതിരിക്കുകയാണ്. നമുക്ക് ഷെയർ ചെയ്യാം, മുമ്പോട്ട് പോകാം. ഇന്ന് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിഷയമാണ്. ഇത് പെന്തക്കോസ്ത് വിശ്വാസികളുടെ ഒരു ആത്മീയ വികാരമാണ്. അതർ ടങ്സ്, അന്യഭാഷകൾ, അതിൻ്റെ ബേസിക്സ്, അതിൻ്റെ അടിസ്ഥാന വിഷയങ്ങൾ മാത്രം ഇന്ന് സ്പർശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ, കാക്കുമാറാകട്ടെ. അതിന് ആധാരമായിട്ട് എടുത്തിരിക്കുന്ന കുറിവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 4-ാം വാക്യമാണ്. ആൻഡ് they were all filled with the Holy Spirit and began to speak with different tongues as the Spirit was giving them the ability to speak out. ഇത് വിവിധ വേർഷനുകളിൽ പലതായിട്ട്, ചിലയിടത്ത് ഹോളി ഗോസ്റ്റ് എന്ന് കാണാം. അതെല്ലാം ഒന്ന് തന്നെയാണ്. മലയാളത്തില് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഗ്രീക്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. എറ്ററൈസ് ഗ്ലോസൈസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടങ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ഒറിജിനൽ ഗ്രീക്കിൽ ഉള്ളതായ അതിൻ്റെ എഴുത്ത്. അതിൽ നിന്നാണ് മറ്റ് ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിവിധ ഭാഷകളിലേക്ക് ഇത് തർജ്ജമ ചെയ്യുമ്പോൾ അവരുടേതായ ആ ഭാഷാ ശൈലിയും ഗ്രാമറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിലല്ല കാര്യം ഇരിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. എന്താണ് അന്യഭാഷകൾ എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. സംസാരിക്കുന്ന വിശ്വാസിക്ക് മുൻപ് പരിചയമില്ലാത്ത ഒരു ഭാഷ പരിശുദ്ധാത്മാവ് തൻ്റെ നാവിൽ നൽകുന്നത് അതുപോലെ സംസാരിക്കുന്ന ഒരു ആത്മീയ പ്രക്രിയയാണ് അന്യഭാഷകൾ സംസാരിക്കുക എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഇത് മനസ്സിലാക്കണം. പലരും പറയും ഈ
അന്യഭാഷ എന്ന് പറയുന്നത് നമ്മൾ മുമ്പങ്ങോ കേട്ട് പരിശീലിച്ച, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില ഭാഷകൾ നമ്മൾ സംസാരിക്കുന്നതാണ്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ പെന്തക്കോസ്റ്റ് ദിവസത്തിൽ അപ്പോസ്തലന്മാരുടെ മേലും കൂടെ കൂടിയിരുന്ന വിശ്വാസികളുടെ മേലും ശിഷ്യരുടെ മേലും പരിശുദ്ധാത്മാവ് ശക്തിയോടെ ഇറങ്ങി വന്ന് അവരെയെല്ലാം പരിശുദ്ധാത്മാവിൽ നിറച്ച് അവരുടെ നാവിന്റെ മേൽ വിവിധ ഭാഷകൾ നൽകി. അത് അവർക്ക് അന്നേ വരെ യാതൊരു പരിചയമില്ലാത്ത ഭാഷകളായിരുന്നു. കാരണം സംസാരിച്ചവരെല്ലാം ഗലീലിയക്കാരായിരുന്നു. ആ ഗ്രാമവാസികൾ, ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, ഗ്രാമവാസികൾ, പട്ടണം പോലും അല്ല, ഗ്രാമവാസികൾ. അപ്പോൾ അവരാണ് അന്യഭാഷകളിൽ സംസാരിച്ചത്. എന്നാൽ അന്ന് അവിടെ കൂടി വന്ന അനേകർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ കൂടി വന്ന അനേകർ തങ്ങളുടെ മാതൃഭാഷയിൽ ഇവർ സംസാരിക്കുന്നത് കേട്ടു. അതുകൊണ്ടാണ് അവർ ആശ്ചര്യപ്പെട്ട് അത് അറിയുവാനായിട്ട് ഓടിക്കൂടിയത്. ഏകദേശം 3000-ലധികം പേർ അവിടെ ഓടിക്കൂടി. അവരിൽ 3000-ഓളം അന്ന് പത്രോസ് അപ്പോസ്തലന്റെ സുവിശേഷ പ്രസംഗം കേട്ട്, ആദ്യത്തെ സുവിശേഷ പ്രസംഗമാണ്. ആ സുവിശേഷ പ്രസംഗം കേട്ട് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് മാനസാന്തരപ്പെട്ട് അവർ സ്നാനപ്പെട്ട് അവരോട് കൂടെ അപ്പോസ്തലന്മാരുടെ കൂടെ ചേർന്നു. അങ്ങനെയാണ് സഭയുടെ ആരംഭ ഘട്ടം തുടങ്ങുന്നത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ അന്ന് അവരുടെ ഓരോരുത്തരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നിട്ട് അവരുടെ ഓരോരുത്തരുടെയും നാവിൽ നൽകപ്പെട്ട ഭാഷകളെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ വേദപുസ്തകം അതർ ടങ്സ്, വിവിധ ഭാഷകൾ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വേറൊരു ഭാഷ, വെവ്വേറെ ഭാഷ, ഇങ്ങനെ പലത് പറയാം. അൺനോൺ ടങ്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് പോലെ അന്യഭാഷകൾ. ഇതൊരിക്കലും അന്യഭാഷയല്ല, അന്യഭാഷകൾ ആണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ എങ്ങും പ്രവചിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് നടന്നത്. അപ്പോൾ തന്നെ യേശു കർത്താവ് അതേക്കുറിച്ച് പറയുകയും ചെയ്തു. എന്നിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ ആരുടെ മേൽ? അവർ രോഗികളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ സൗഖ്യമാകും. അതുപോലെ തന്നെ അവർ വിവിധ ഭാഷകൾ സംസാരിക്കും. അപ്പോൾ ആ ഒരു പ്രത്യേകമായ സംഗതിയാണ് പെന്തക്കോസ്ത് ദിവസത്തിൽ നടന്നത്. എന്താണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത് എന്നതിന് ഉള്ള അടയാളം. അപ്പോൾ ഒരുവൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിന് അടയാളങ്ങൾ ഉണ്ട്. ചിലർ പറയും അടയാളങ്ങളില്ല. ചിലർ പറയും നമ്മൾ അടയാളങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ പരീശന്മാരും സദൂക്യരുമാണ് അടയാളങ്ങൾ ചോദിക്കുന്നത്, ദൈവത്തിന്റെ മക്കൾ അടയാളങ്ങൾ ചോദിക്കില്ല. അങ്ങനെയല്ല. ഇതെല്ലാം വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ കൈവച്ചാൽ രോഗികൾ സൗഖ്യമാകും. അവർ വിവിധ ഭാഷകൾ സംസാരിക്കും. എന്തെങ്കിലും മാരകമായത് കുടിച്ചാൽ അവർക്കൊരു ഹാനിയും വരികയില്ല. അവർ സർപ്പങ്ങളെ, എന്ന് വെച്ചാൽ നമുക്ക് അറപ്പുണ്ടാക്കുന്ന, നമ്മെ ആക്രമിക്കാൻ സാധ്യതയുള്ളതിനെ കൈകാര്യം ചെയ്യും. സർപ്പങ്ങളെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഓടിപ്പോകുന്ന പാമ്പിനെ പോയി പിടിച്ചെടുക്കുന്നതല്ല. അങ്ങനെ അതിനെ അക്ഷരികമായി വ്യാഖ്യാനിച്ചിട്ടാണ് അമേരിക്കയിൽ ഒരു സഭയിൽ ഒരു പാസ്റ്റർ പാമ്പ് കടി കൊണ്ട് മരിക്കാനിടയായത്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. ഇങ്ങനെയാണത്. നമ്മളെ തിരിച്ച് ആക്രമിക്കുന്ന എന്തിനേയും നമ്മൾ യാതൊരു ഭയവുമില്ലാതെ കൈകാര്യം ചെയ്യും. ഇതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുടെ കൂടെയുള്ള അടയാളങ്ങൾ. അതിൽ നമ്മൾ ഈ അടയാളങ്ങളെല്ലാം നോക്കിയാൽ ഏറ്റവും എളുപ്പം ആർക്കും ഒരു ദോഷം സംഭവിച്ചേക്കാമോ എന്ന ചിന്ത പോലും ഇല്ലാതെ, എന്നാൽ കെട്ടുനിൽക്കുന്നവർക്ക് പ്രയോജനപ്രദമായ, അല്ല സഭയ്ക്ക് പ്രയോജനപ്രദമായ, ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മാനിഫെസ്റ്റ് ആകുവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് വിവിധ ഭാഷകളിൽ സംസാരിക്കുക എന്നത്. അപ്പോൾ ഓർത്തു നോക്കിയേ, എത്രമാത്രം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് പെന്തക്കോസ്ത ദിവസം അവിടെ കൂടിയിരുന്നവരിലൂടെ ദൈവാത്മാവ് പ്രവർത്തിച്ചത്, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചത്. അവരെല്ലാം വിവിധ ഭാഷകളിൽ സംസാരിച്ചു. അന്ന് അവർ വിവിധ ഭാഷകൾ സംസാരിച്ചത് കൊണ്ടാണ് അവിടെ കൂടിയിരുന്ന 3000 പേരും രക്ഷിക്കപ്പെടുവാൻ ഇടയായത്. അവർ അന്യഭാഷകൾ സംസാരിച്ചത് സുവിശേഷമായിരുന്നില്ല. പ്രത്യേകം ഓർക്കണം. ചിലർ പറയാറുണ്ട് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് അന്യഭാഷ എന്ന അടയാളം നൽകപ്പെട്ടത്. അങ്ങനെ അല്ല. കാരണം അവർ അവിടെ സംസാരിച്ചത് ദൈവത്തിന്റെ വൻ കാര്യങ്ങളാണ്. They were magnifying God. കേട്ടോ. അപ്പോൾ പിന്നീട് സുവിശേഷം സംസാരിച്ചത് പത്രോസ് അപ്പോസ്തലനാണ്. അദ്ദേഹം അത്രയും പേരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ട്
അവിടുത്തെ ഭാഷയിൽ, ഒരുപക്ഷെ അദ്ദേഹം പഠിച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ മാതൃഭാഷയിൽ, ഗലീലിയൻ ഭാഷയിൽ, അത് ഹെബ്രായ ആയിക്കോട്ടെ, അരമായ ആയിക്കോട്ടെ, അല്ലെ കൽദായ ഭാഷ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ഭാഷയില് പത്രോസ് അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആ സുവിശേഷം കേട്ടു നിന്നവരുടെ ഹൃദയത്തിലാണ് കുത്തുകൊണ്ട് അവർ വന്ന് പത്രോസ് അപ്പോസ്തലനോട് ചോദിക്കുന്നു, ഞങ്ങൾ രക്ഷിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യണമെന്ന്. സ്തോത്രം. അപ്പോഴാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പാപമോചനത്തിനായി മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ സ്നാനപ്പെട്ട് നിങ്ങൾ ക്രിസ്തുവിനോട് ചേരുക, നിങ്ങൾ സഭയോട് ചേരുക, നിങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരിക്കുക എന്നുള്ളത്. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ന്യായമായ ഒരു ചോദ്യം, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ വിഷയങ്ങൾ പഠിക്കുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ഉയർന്നു വരേണ്ട ഒരു ചോദ്യമാണ്, എന്തിനാണ് അന്യഭാഷകൾ? വൈ ഡിഫറെന്റ് ടങ്സ്? ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമാണ്. ഒന്നും നമുക്കറിയാം, അത് അടയാളമായിട്ട് കർത്താവ് നമുക്ക് നൽകുമെന്ന് പറഞ്ഞതാണെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ചില കാരണങ്ങളാണ്, എന്തിനാണ് ഈ അന്യഭാഷ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആസ് എ സൈൻ ഓഫ് ദ ഫെയ്ത്ത്, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു അടയാളം. അടയാളങ്ങളിൽ ഒന്ന്, ഏകദേശം 4 അടയാളങ്ങൾ പറഞ്ഞല്ലോ, അതിലൊന്ന് ഏറ്റവും കുറഞ്ഞത് അന്യഭാഷകൾ സംസാരിക്കുന്നതെങ്കിലും ഒരു അടയാളമായി നമ്മിലുണ്ടെങ്കിൽ അത് നമ്മൾക്ക് നമ്മുടെ കർത്താവിലുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രത്യക്ഷമായ അടയാളമാണ്. അത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യം, ദീസ് സൈൻസ് വിൽ അക്കംപനി ദോസ് ഹു ഹാവ് ബിലീവ്ഡ് ഇൻ മൈ നെയിം, ദേ വിൽ കാസ്റ്റ് ഔട്ട് ഡെമൺസ്. എന്റെ പേരിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ദേ വിൽ സ്പീക്ക് വിത്ത് ന്യൂ ടങ്സ്, അവർ പുതുഭാഷകളിൽ സംസാരിക്കും. ദേ വിൽ പിക്ക് അപ്പ് സർപ്പൻസ്, ഇതാണ് ഞാൻ പറഞ്ഞത്, സർപ്പങ്ങളെ പിടിച്ചെടുക്കുമെന്നുള്ള അതിന്റെ ആ മൂലഭാഷ പഠിച്ചു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ സർപ്പത്തിന്റെ സ്വഭാവമുള്ള എന്തിനേയും നമ്മൾ കൈകാര്യം ചെയ്യും, നമ്മൾ ഹാൻഡിൽ ചെയ്യും. ആൻഡ് ഇഫ് ദേ ഡ്രിങ്ക് എനി ഡെഡ്ലി പോയ്സൺ ഇറ്റ് വിൽ നോട്ട് ഹാം ദം. അവര് മാരകമായ, ഇവിടെ പോയ്സൺ എന്നുള്ള ഓർത്ത് നോക്കുക, അന്നത്തെ കാലത്ത് ഈ പൊട്ടാസ്യം സയനൈഡോ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ചിലർ നിങ്ങളോട് പറയും, നിങ്ങൾ യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ പൊട്ടാസ്യം സയനൈഡ് കുടിച്ച് കാണിച്ചു എന്നൊക്കെ പറയും. അതൊക്കെ അവിശ്വാസികളുടെ സംസാരമാണ്. നമ്മൾ അതിനൊന്നും മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പോയ്സൺ എന്ന് പറയുന്നത് മാരകമായ, ശരീരത്തിനോ ദേഹത്തിനോ ദേഹിക്കോ ഒക്കെ ദോഷം വരുത്തത്തക്ക വിധത്തിലുള്ളതായ എന്തും. ഉദാഹരണത്തിന് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, അന്നത്തെ കാലത്ത് ഏറ്റവും പ്രചാരമുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഫാർമക്കോപ്പിയ എന്ന് വെച്ചാൽ, നമ്മൾ ഫാർമസി എന്നുള്ള ആ പദം വന്നിരിക്കുന്നത്, അതിന് യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥം മന്ത്രവാദം, ആഭിചാരം എന്നാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഏറ്റവും പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് മന്ത്രവാദം അഥവാ ആഭിചാരം. ഞാൻ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞല്ലോ, രാജസ്ഥാനിലെ ആദിവാസികളിടയ്ക്ക് പ്രവർത്തിക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെയെങ്ങും ആശുപത്രികളില്ല. ഏകദേശം 70 കിലോമീറ്റർ പോകണം ഒരു ചെറിയ ക്ലിനിക്ക് കാണുവാനായിട്ട്. അവർക്ക് ഈ മരുന്ന് എന്തെന്നോ ചികിത്സ എന്തെന്നൊന്നും അറിയില്ല. അവർക്ക് ആധുനികമായി ഒന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, കറണ്ടും വെള്ളമില്ലാത്ത സ്ഥലമാണ്. അവിടെ അവർക്ക് ആകെയുള്ളത് മന്ത്രവാദി വൈദ്യന്മാരാണ്. അവരുടേതായ രീതിയിൽ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ കാളകളെ ആരാധിക്കുന്ന, അവരുടെ ദൈവം കാളയായിരുന്നു. അപ്പോൾ ആ കാളയെ ആരാധിക്കുന്ന പൂജാരിമാരും മന്ത്രവാദികൾ കൂടെയാണ്. ആ മന്ത്രവാദികൾ മന്ത്രിച്ചു കൊടുക്കുന്ന മരുന്നാണ് അവരുടെ എന്ത് അസുഖം വന്നാലും ആ ദേശവാസികൾ, ആ ഗ്രാമവാസികൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ച് അത് വിഷമാണ്, അത് പോയിസണാണ്. ദൈവം ഇതിനെ സംബന്ധിച്ച് അത് പൈശാചിക പ്രവൃത്തിയാണ്. അപ്പോൾ ഒരു പൈശാചിക പ്രവൃത്തിയിൽ നിന്ന് ഉരുത്തിരിയുന്നത് എന്തും അത് നമ്മളുടെ ശരീരത്തിനോ നമ്മളുടെ മനസ്സിനോ നമ്മുടെ ആത്മാവിനോ, നാം എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമുക്കല്ല, ഞാൻ പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചാണ് പറയുന്നത്. നമുക്ക് ഒരു പ്രശ്നവുമില്ല, നമ്മൾ സ്തോത്രത്തോടെ എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാം, എന്ത് വേണമെങ്കിലും കുടിക്കാം. അതാണ് ഇവിടെ പറയുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ഇത് ഒക്കെ കുടിച്ചാലും, എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ ആരെങ്കിലും നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ദോഷം ചെയ്ത് നിങ്ങൾക്ക് ഭക്ഷണം തരികയോ കുടിക്കാൻ തരികയോ ചെന്നാൽ സ്തോത്രത്തോടെ അത് അതുപോലെ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. ഒരു വിധത്തിലും നിങ്ങളെ അതിന് യാതൊരു വിധത്തിലും ഹാനി വരുത്തുവാൻ സാധിക്കുകയില്ല. ഇത് വേറൊരു വിഷയമാണ്. നിങ്ങൾ സംശയം ചോദിച്ചാൽ ഞാൻ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഇതേക്കുറിച്ച് കൂടുതൽ പറയാം. കൈവിഷം, മന്ത്രവാദം, ആഭിചാരം എന്നുള്ള വിഷയങ്ങൾ പ്രിയപ്പെട്ടവർ കേട്ട് കാണും. പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസികളുടെ ഇടയിൽ ഇതേക്കുറിച്ചുള്ള പ്രചാരവും അതേക്കുറിച്ചുള്ള സംസാരവും ഒക്കെ വളരെ കൂടുതലാണ്. പ്രിയപ്പെട്ടവർ അതിന്റെ സത്യാവസ്ഥകൾ അറിഞ്ഞിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വിഷയം ഇന്ന് അതല്ലല്ലോ. അപ്പോൾ എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും,
അവർ പുതുഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, അവർ മാരകമായത് എന്ത് കുടിച്ചാലും അവർക്ക് ദോഷം വരികയില്ല, അവർ രോഗികളുടെ മേൽ കൈവയ്ക്കുമ്പോൾ അവർ സൗഖ്യമാകും. എല്ലാം ഒരു കാര്യം ഓർക്കണം, എൻ്റെ നാമത്തിൽ. ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ. അത് മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ നമുക്ക് അന്യഭാഷകൾ നൽകപ്പെട്ടതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു അടയാളം, ഒരു പ്രത്യക്ഷമായ അടയാളമായിട്ടാണ്. അടുത്തൊരു കാരണം, as a sign to non-believers who were gathered there as prophesied by prophet Isaiah. നമ്മൾ 1 കൊരിന്ത്യർ 14 അധ്യായമാണ് അന്യഭാഷകളെ കുറിച്ചുള്ളതായ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ, കർത്താവ് അനുഗ്രഹിച്ചാൽ നമ്മൾ ആ ഒരു അധ്യായത്തിലേക്ക് കടന്നു ചെല്ലും. അതിനെ വാക്യമായിട്ട് നമ്മൾ പഠിക്കും. അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്. സോ 22-ാം വാക്യം, സോ then tongues are for a sign not to those who believe but to unbelievers. ഇത് പ്രിയമുള്ളവർ മനസ്സിലാക്കണം, ഇവിടെ അൺബിലീവേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണെന്ന്. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലൻ ഉദ്ധരിച്ചത് യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 11-ാം വാക്യമാണ്. Indeed he will speak to these people through stammering lips and foreign language. ഇത് യഥാർത്ഥത്തില് യഹൂദന്മാരെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ്. അവർ കർത്താവിനെ അനുസരിക്കാതെ മറുതലിച്ചു പോയതുകൊണ്ട് കർത്താവ് പറയുന്നതാണ്, ഞാൻ അവരോട് വിക്കിയുള്ള അധരങ്ങളാലും അന്യ ഭാഷകളിലും സംസാരിക്കും എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു പൂർത്തീകരണം കൂടെയാണ്, ആ പ്രവചനത്തിന്റെ പൂർത്തീകരണം കൂടെയാണ് ഈ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് എന്നാണ് യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത് 1 കൊരിന്ത്യർ 14. അപ്പോൾ ഇവിടെ നമ്മൾക്കൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണം. ഇവിടെ നമ്മൾക്ക് ഈ വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്താണ്? പെന്തക്കോസ്ത് വിശ്വാസികൾ അല്ലെങ്കിൽ ബ്രദറൻ വിശ്വാസികൾ, ഇവരാണ് നമ്മൾ വിശ്വാസികളെന്ന് നമ്മളുടെ ഭാഷയിൽ നമ്മൾ വിളിക്കുന്നത്. അവിശ്വാസി ആരാണ്? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അത് പരസ്യമായി ഏറ്റുപറയാത്ത, സ്നാനപ്പെടാത്ത എല്ലാവരെയും നമ്മൾ വിളിക്കുന്നത് അവിശ്വാസികളെന്ന്. എന്നാൽ ഇവിടെ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ പൗലോസ് എഴുതിയത് അങ്ങനെയുള്ള ഒരു അവിശ്വാസിയെ കുറിച്ചല്ല. ഞാൻ അതുകൊണ്ട് അത് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്നത് അപ്പിയോടോയ്സ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഈസ് നോട്ട് റെഡി ടു ബിലീവ്. യോഹന്നാൻ 20-ാം അധ്യായം 27-ാം വാക്യത്തില് തോമസിനോട് യേശു കർത്താവ് പറയുന്നുണ്ട്, അവിശ്വാസി ആയിരിക്കാതെ വിശ്വാസി ആയിരിക്കുക. എന്ന് വെച്ചാൽ ഞാൻ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ, കാണാതെ ഞാൻ വിശ്വസിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലും ഇവിടെ നോൺ ബിലീവർ അഥവാ അവിശ്വാസി എന്ന പദം കൊണ്ട് എന്താ ഉദ്ദേശം? ഒന്നും വിശ്വസിക്കാത്ത ഒരു വ്യക്തി അല്ല. യേശുവിനെ വിശ്വസിക്കാന്നുള്ളതല്ല. തോമസ് യേശുവിനെ വിശ്വസിക്കുന്നുണ്ട്, യേശുവിന്റെ ശിഷ്യനാണ്. പക്ഷേ താൻ വ്യക്തമായി കാണാതെ, വ്യക്തമായി അനുഭവിക്കാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഞാനത് വിശ്വസിക്കുകയില്ല എന്ന് പറയുന്ന അവിശ്വാസിയെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു അടയാളമായിട്ടാണ് അന്യഭാഷകൾ നൽകപ്പെട്ടത്. പ്രിയമുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനിയും who were these non-believers based on accounts in the book of Acts? പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് പ്രകാരം ഈ പറയുന്ന അവിശ്വാസികൾ ആരൊക്കെയാണ്? നമ്പർ 1, Jews who were gathered in Jerusalem on the day of Pentecost who never heard the gospel. അന്ന് ഇവർ അന്യഭാഷകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അത് കേട്ട് കൂടി വന്ന അനേക യഹൂദന്മാർ ആണ് ഇവിടെ അവിശ്വാസികൾ എന്ന് പറയുന്നത്. അവരിൽ ഒരു വ്യക്തി പോലും വിശ്വാസി അല്ല. എന്ന് വെച്ചാൽ അവിടെ 2 അർത്ഥങ്ങളുണ്ട്. ഒന്ന്, അവരാരും ഗോസ്പൽ കേട്ടവരല്ല, അവർ യേശു ക്രിസ്തു വിശ്വസിക്കുന്നവരല്ല, അങ്ങനെ അവർ അവിശ്വാസികളാണ്. രണ്ടാമത്, അവിടെ കൂടി വന്നിരുന്ന ചിലർ ഇവരെ പരിഹസിക്കുന്നുണ്ട്. അവർ ഒന്നും വിശ്വസിക്കുന്നവരല്ല, അവർ കണ്ടിട്ട് പോലും കാര്യങ്ങൾ വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ അവിടെ 2 അവിശ്വാസികൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, നമ്മൾ സാധാരണ പറയുന്നത് പോലെ യേശുവിനെ അറിയാത്തവർ, യേശുവിനെ വിശ്വസിക്കാത്തവർ. 2, ഈ പറയുന്നത് പോലെയുള്ള റാഷണലിസ്റ്റ് അഥവാ എന്താ പറയുന്നത്, യുക്തിവാദികൾ പോലെയുള്ള ഒരു സംഘം. അവരാണ് ശരിക്കും അതിലൊരു കൂട്ടർ. 2, even the disciples of Jesus who were in the house of Cornelius and those who were in Jerusalem who could not believe that salvation is for the Gentiles as well. ഇത് ഞാൻ പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ നിന്ന് പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഈ രക്ഷ യഹൂദന്മാർക്ക് മാത്രമുള്ളതാണെന്ന് ആദ്യമൊക്കെ യഥാർത്ഥത്തിൽ പത്രോസ് ഉൾപ്പെടെയുള്ള എല്ലാ യഹൂദ മതസ്ഥരും, യഹൂദ മതത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ ശിഷ്യരായി ചേർക്കപ്പെട്ടവരെല്ലാം
പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞും അവർ വിശ്വസിക്കുന്നത് ഇത് യഹൂദന്മാർക്ക് മാത്രമുള്ളതാണ്. കാരണം യേശു യഹൂദനായാണ് ജനിച്ചത്. യേശുവിന്റെ ശിഷ്യഗണം മുഴുവൻ യഹൂദന്മാരായിരുന്നു. അവിടെ കൂടിയിരുന്നവർ യഹൂദന്മാരായിരുന്നു. ജെറുസലേമിലുള്ളവരെല്ലാം യഹൂദന്മാരായിരുന്നു. ഏകദേശം 90% ആൾക്കാർ അന്നത്തെ കാലത്ത് യെരുശലേമിലുള്ളവർ യഹൂദന്മാരാണ് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. യഹൂദ മത അനുസാരികളായിരുന്നു. അപ്പോൾ അവർ ഈ ജാതീയരെ, വിജാതീയരെ എന്ന് വെച്ചാൽ യഹൂദന്മാരല്ലാത്ത എല്ലാവരെയും, അതിനകത്ത് നമ്മൾ മലയാളികൾ ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് മലയാളി എന്നോടുണ്ടെന്നല്ല, ഈ ലോകത്തിലുള്ള നാം ഉൾപ്പെടെ എല്ലാവരും യഹൂദനെ സംബന്ധിച്ച് ജാതീയരാണ്. അവർ അറക്കപ്പെട്ടവരാണ്. അവരുമായി യാതൊരു വിധത്തിലുള്ള ബന്ധം സ്ഥാപിക്കുവാൻ പോലും അവർ തയ്യാറല്ല, സംസാരിക്കുവാൻ തയ്യാറല്ല. ഓർത്തു നോക്കിയേ, ഇവരുടെ തന്നെ സഹോദരങ്ങളാണ് ശമരിയാക്കാർ. അവരുടെ ഒരമ്മ പെറ്റ മക്കൾ എന്ന് പറഞ്ഞ പോലെ അവരുടെ സഹോദരങ്ങളാണ്, അവരുടെ ബ്ലഡ് ബ്രദേഴ്സ് ആണ് ശമരിയാക്കാർ. ശമരിയിലൂടെ അവർ നടക്കുക പോലുമില്ല. അവർ ശമരിയയിൽ പോകേണ്ടി വന്നാൽ അവരുടെ ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചിട്ട് ശമരിയ പട്ടണം കഴിഞ്ഞ് അവർ കാല് കഴുകി മാത്രമേ ചെരുപ്പിടുകയുള്ളൂ. അവിടുത്തെ പൊടി പോലും ഇവരുടെ ശരീരത്തിൽ പറ്റിയാൽ ഇവർ അശുദ്ധരായിത്തീരും എന്നുള്ള ചിന്തയിലായിരുന്നു യഹൂദർ അന്നും. ഏകദേശം ഇന്നും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥ യഹൂദരുടെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവർക്ക് ഒരു വിധത്തിലും ഈ യേശുവിലൂടെ അവർക്ക് ലഭിച്ചതായ രക്ഷ ഒരു ജാതീയന് ലഭിക്കുവാൻ അർഹതയില്ല എന്ന വിചാരത്തിലായിരുന്നു. അതുകൊണ്ട് ഇത് ജാതീയനായ ഒരു വ്യക്തിക്ക് ലഭിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കുവാൻ അവർ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു വിഷയം നോക്കുമ്പോൾ അവരും ഞാൻ മുമ്പ് പറഞ്ഞ അവിശ്വാസികളിൽ, നോൺ ബിലീവേഴ്സ്, വിശ്വസിക്കുവാൻ പ്രയാസമുള്ളവർ, അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ നമുക്ക് പെടുത്താം. അതുകൊണ്ടാണ് കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പരിശുദ്ധാത്മാവ് വചനം കേട്ട് എല്ലാവരുടെ മേൽ ഇറങ്ങി വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അതിനുവേണ്ടിയാണ് അവരുടെ നാവിന്റെ മേൽ അന്യഭാഷ കൊടുത്തത്. കണ്ടു നിൽക്കുന്ന യഹൂദന്മാരായ പത്രോസിനോടൊപ്പമുള്ള ശിഷ്യർക്കും കാര്യം മനസ്സിലാകുവാൻ തങ്ങളുടെ മേൽ എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്, അതേപോലെ അതേ ആത്മാവാണ് ഈ വചനം കേട്ടവരുടെ മേലും ഇറങ്ങി വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരെ കൈക്കൊള്ളുക, അവരെ സ്നാനപ്പെടുത്തുക, തങ്ങളോടൊപ്പം ചേർക്കുക എന്ന്. അതുകൊണ്ടാണ് പത്രോസ് വേഗത്തിൽ പറഞ്ഞത്, എത്രയും വേഗം ഇവരെ എല്ലാവരെയും വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കണം എന്ന് കൽപ്പന കൊടുത്തു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ അൺബിലീവേഴ്സ്, നോൺ ബിലീവേഴ്സ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ നോൺ ബിലീവേഴ്സിനുള്ള ഒരു സൈൻ ആയിട്ടാണ് അന്യഭാഷകൾ നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തതിലേക്ക് പോകാം. ടു സ്പീക്ക് സ്പിരിച്വൽ മിസ്റ്ററീസ് വിത്ത് ഗോഡ്. ഇത് വളരെ പ്രധാനപ്പെട്ട, നമ്മളുടെ ആത്മീയ വർധനവിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. 1 Corinthians 14:2 For the one who speaks in a tongue does not speak to people but to God, for no one understands, but in his spirit he speaks mysteries. അവൻ ആത്മാവിൽ ആത്മീയ മർമ്മങ്ങളെ, ദൈവിക മർമ്മങ്ങളെ ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കുക. ഓർത്തു നോക്കി, നമ്മളുടെ കൂട്ടുകാരോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ ദേവദാസന്മാരോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നുവെന്ന്. അപ്പോൾ അന്യഭാഷയെ ചെറുതാക്കി കാണാൻ സാധിക്കുമോ? അന്യഭാഷകൾ നമ്മുടെ നാവിന്റെ മേൽ പരിശുദ്ധാത്മാവ് തരുന്നത് ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കുവാൻ. ഞാൻ ഒരിക്കലുള്ളത് പറയുകയുണ്ടായി, എന്തുകൊണ്ടാ അന്യഭാഷ നമുക്ക്, ചിലർ പറയും അതിന് മാതൃഭാഷ ഉപയോഗിച്ചാൽ പോരെ, മലയാളം ഉപയോഗിച്ചാൽ പോരെ. ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മീയ മർമ്മങ്ങളുടെ വ്യാപ്തി എന്ന് പറയുന്നത് മലയാളത്തിനകത്ത് ഒതുക്കുവാൻ സാധിക്കുന്നതല്ല. ഒരുപക്ഷെ 4, 5, 6 ഭാഷകൾ ചേർത്ത് വെച്ചാൽ കുറച്ചൊക്കെ അത് സാധ്യമാകാം. അപ്പോൾ മലയാളം മാത്രം സംസാരിക്കുന്ന, തമിഴ് മാത്രം സംസാരിക്കുന്ന, ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ മാതൃഭാഷയിൽ വലിയവനായ ദൈവത്തിന്റെ മഹത് കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ പൂർണ്ണമായി സംസാരിക്കുവാൻ സാധിക്കുകയില്ല. അതിനായിട്ടാണ് അന്യഭാഷകൾ നൽകപ്പെട്ടിരിക്കുന്നത്. ടു സ്പീക്ക് സ്പിരിച്വൽ മിസ്റ്ററീസ് വിത്ത് ഗോഡ്. അപ്പോൾ ദൈവം നമ്മോട് തിരികെ സംസാരിക്കും. നമ്മൾ അന്യഭാഷകളിൽ നമുക്കറിയാൻ വയ്യാത്ത, ദൈവത്തിന് മാത്രം അറിയാവുന്ന ഭാഷകളിൽ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ദൈവം നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന, നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ നമ്മോട് സംസാരിക്കും. അതാണ് വ്യാഖ്യാനം എന്ന് പറയുന്നത്. അന്യഭാഷകളെ വ്യാഖ്യാനിക്കുന്നത് അതിനുവേണ്ടിയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ വ്യാഖ്യാനിച്ച് എന്ത് ചെയ്യും? നമ്മൾ സഭയോട് സംസാരിക്കും, നമ്മുടെ സുഹൃത്തുക്കളോട് സംസാരിക്കും, നമ്മൾക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അവരോട് നമ്മൾ അന്യഭാഷ സംസാരിക്കുകയില്ല. അന്യഭാഷകൾ സംസാരിക്കുന്ന ദൈവത്തോട്.
നമ്മൾ മനുഷ്യരോട് സംസാരിക്കുന്നത് നമ്മളെ കേൾക്കുന്നവന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഭാഷയിൽ നമ്മൾ സംസാരിച്ച അന്യഭാഷ വ്യാഖ്യാനിച്ച് സംസാരിക്കണം. ഹല്ലേലൂയ. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഒരു കാര്യം. അടുത്തത്, ടു പ്രൊക്ലെയിം ഗ്രേറ്റ് ഡീഡ്സ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ ഉറക്കെ പ്രസ്താവിക്കുവാനായിട്ട് ആണ് അന്യഭാഷകൾ നൽകപ്പെടും. ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞതുപോലെ സ്പിരിച്വൽ മിസ്റ്ററി എന്നതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ദൈവത്തിന്റെ വൻകാര്യങ്ങൾ. മഹാദൈവത്തിന്റെ വൻകാര്യങ്ങൾ ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നതായ ഏതാനും വാക്കുകൾ മാത്രം അറിയാവുന്ന എന്റെ മാതൃഭാഷയായ മലയാളത്തിൽ ഒതുക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് എന്ത് തരുന്നു? അന്യഭാഷകൾ എന്റെ നാവിന്റെ മേൽ തരുന്നു. ഞാൻ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമായിട്ട് അന്യഭാഷകൾ എന്റെ നാവിന്റെ മേൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. ഞാൻ സഭയായി കൂടിയിരിക്കുമ്പോഴും ഒറ്റയ്ക്കെന്നെ മുറിയിലിരുന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോഴും ഞാൻ അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്തുതിക്കുക എന്ന് പറയുന്നത് സംസാരമല്ല കേട്ടോ. ഇവിടെ നിങ്ങളെ പലരും പറഞ്ഞു തെറ്റിക്കും. അന്യഭാഷകൾ സംസാരിക്കുന്നത് ശരിയാണോ സഭയോട്? ശരിക്കും നമ്മളൊക്കെ നമ്മളുടെ സഭയിൽ ആരാധനാ മധ്യേയാണ് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നത്. പാസ്റ്റർമാർ പെട്ടെന്ന് പറയും നിങ്ങൾ അന്യഭാഷ സംസാരിക്കാൻ. അങ്ങനെയല്ല. അതിന്റെ അർത്ഥം എന്താണ്? സ്തുതിക്കുവാനാ പറയുന്നത്. ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുവാനാ പറയുന്നത്. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്യഭാഷ സംസാരിക്കുവാനല്ല പറയുന്നത്. നിങ്ങൾ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കൂ എന്നാണ് സാധാരണ ദൈവദാസന്മാർ നമ്മോട് പറയാറുള്ളത്. അപ്പോൾ നാം എല്ലാം ഒരുമിച്ച് കൂടി ദൈവത്തെ അന്യഭാഷകളിൽ സ്തുതിക്കുമ്പോൾ ദൈവത്തിനുള്ള ആ സ്തുതി ഉന്നതങ്ങളിലേക്ക് പൂർണ്ണതയിൽ ഹല്ലേലൂയ ഉയരുമ്പോൾ എത്രമാത്രം ദൈവം സന്തോഷിക്കും. തന്റെ മക്കൾ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് എന്നെ പാടി സ്തുതിക്കുന്നുവല്ലോ. നമ്മെ സംബന്ധിച്ച് അത് അന്യഭാഷ, ദൈവത്തെ സംബന്ധിച്ച് അന്യഭാഷയല്ല. ഈ ലോകത്തിലുള്ള ഏകദേശം 10,000 തരത്തിലുള്ള മുൻപുണ്ടായിരുന്നതും ഇപ്പോഴുള്ളതും കർത്താവിന്റെ വരവ് താമസിച്ച ഇനി വരുവാനുള്ളതുമായ 10,000 മോർ ദാൻ 10,000 ഭാഷകൾ ദൈവത്തിന് ഒരു ഭാഷയാണ്. നമുക്കത് 10,000 പക്ഷെ ദൈവത്തിന് അതെല്ലാം ഒരു ഭാഷയാണ്. ഇത് മക്കൾ മനസ്സിലാക്കുക. സ്തോത്രം. അപ്പോൾ ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങള് പ്രിയമുള്ളവർക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്യഭാഷകൾ എന്താണ്? അന്യഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അന്യഭാഷകൾ വിശ്വാസിക്ക് എന്തിനാണ് നൽകപ്പെട്ടിരിക്കുന്നത്? ഒന്നാമതായിട്ട് നാം കണ്ടു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്റെ ഒരു പ്രത്യക്ഷമായ അടയാളമായിട്ട് യേശു ക്രിസ്തു പ്രവചിച്ചത് അതുപോലെ നടക്കുവാൻ, നമ്മിൽ പ്രാവർത്തികമാകുവാനുള്ള ഒരു അടയാളമാണ് അന്യഭാഷകളിലുള്ള സംസാരം. രണ്ടാമതായിട്ട് അവിശ്വാസികൾക്ക് അടയാളമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആരാണ് അവിശ്വാസികൾ? യഥാർത്ഥത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിച്ച അവിശ്വാസി ആരെന്ന് ഞാൻ അതിൽ വിശ്വാസികൾ, നമ്മൾ ഈ പറയുന്ന ക്രിസ്ത്യാനികൾ പോലും ഉണ്ട്, അപ്പോസ്തലന്മാർ പോലും അതിലുണ്ട് ആ അവിശ്വാസികൾ എന്ന് പറയുന്നതിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുവാനായിട്ട്, അപ്പോൾ തന്നെ വലിയ ആത്മീയ മർമ്മങ്ങൾ ദൈവവുമായിട്ട് സംസാരിക്കുവാൻ, ആത്മാവിൽ ബലപ്പെടുവാൻ, അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കുവാൻ, ഇതിനൊക്കെയാണ് അന്യഭാഷകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. പ്രിയമുള്ളവർക്ക് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേക്കുറിച്ചുള്ള സംശയങ്ങൾ ദയവായിട്ട് നിങ്ങൾ ചോദിക്കണം. ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പോൾ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. നമ്മൾ പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണല്ലോ. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും സമയം കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ അറിയുവാനുണ്ടെങ്കിൽ ചോദിക്കുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ പിതാവേ, കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അവിടുത്തെ വചനം പഠിക്കുവാൻ, പ്രത്യേകാൽ ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി തന്നിരിക്കുന്നതായ, അടയാളമായി തന്നിരിക്കുന്നതായ അന്യഭാഷകളെ കുറിച്ച് കർത്താവെ ഏകദേശ ധാരണയിൽ എത്തിച്ചേരുവാൻ സ്തോത്രം. അതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ പഠിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇന്ന് അവിടുന്ന് ഒരുക്കിയ സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നത്. ഈ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ കേൾക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നേ വരെ ഹല്ലേലൂയ ഞങ്ങൾ ഈ ബൈബിൾ ക്ലാസ് കേൾക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും അന്യഭാഷകൾ സംസാരിക്കുവാനുള്ള ദാനം അവിടുന്ന് ഇതുവരെയും നൽകിയിട്ടില്ല എങ്കിൽ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ആഗ്രഹിക്കുന്ന കർത്താവ്, അവിടുത്തെ ദാനമായ അന്യഭാഷ എന്ന വരം, ഭാഷാവരം കർത്താവെ സകല വിശ്വാസികളുടെ മേൽ അവിടുന്ന് പകരണമേ.
അവിടുത്തെ വരവ് താമസിപ്പിക്കുന്നുവെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളും ഞങ്ങളുടെ കൂട്ടുകാരും ഞങ്ങളുടെ ചാർച്ചക്കാരും ഞങ്ങളുടെ അയൽവക്കക്കാരും എല്ലാം യേശു ക്രിസ്തുവിനെ അറിയുന്നവരായി, ക്രിസ്തുവേശുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ടവരായി, സ്നാനപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെട്ടവരായി, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി അന്യഭാഷകളിൽ ദൈവത്തെ മഹത്വപ്പെടുന്നതായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവ്. എങ്കിലും ഞങ്ങളുടെ ഇഷ്ടമല്ല കർത്താവെ, അവിടുത്തെ ഇഷ്ടം തന്നെ നടക്കേണ്ട ദൈവമായ കർത്താവ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൾ സ്തുതിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ നാമത്തിൽ തന്നെ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ പുത്രന്റെ തമ്പുരാന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം ഓരോരുത്തരോടു കൂടിയും ഇനി ബൈബിൾ ക്ലാസ് ശ്രവിക്കുവാനുള്ള ഓരോ വ്യക്തികളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.